എല്ലാവർക്കും neethakitchenലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്, അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും ഈ പുട്ട്. ഇത് കുറച്ച് ഇലകൾ ഇട്ടിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നമുക്ക് പുട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നെയ്ക്കുറുമ്പിന് ഇതിൻ്റെ കുറച്ച് ഇലകൾ എടുക്കാം. ഈ ചീരനെ വേലിച്ചീര, ചുക്രുമാണി എന്നൊക്കെ പറയും. ഇത് മത്തങ്ങേര ഇലയാണ്. എല്ലാത്തിൻ്റെയും തളിരില വേണം എടുക്കാനായിട്ട്. ഇത് ചായാമൻസ, ഇതിൻ്റെയും കുറച്ചില എടുക്കാം. ഇതിന് നമ്മൾ കഴിക്കുന്ന ഏത് ഇല വേണമെങ്കിലും എടുക്കാം. കൊടവൻ്റെ ഇലയൊക്കെ എടുക്കാം, അതൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തഴുതായ്മേര ഇല എടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പയറിൻ്റെ ഇലയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് മുരിങ്ങേര ഇലയാണ്. ഈ പയറിൻ്റെ ഇലയും ചായാമൻസേര ഇലയും അങ്ങനെ ഇനി ഇട്ടാൽ ചിലർക്ക് വയറിന് പിടിക്കില്ല. അപ്പോൾ അതൊന്ന് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടെടുക്കാം. ഇനി അത് വെള്ളം നല്ലോണം പോയതിന് ശേഷം അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാളികേരം ചെരുകിയതാണ്, അതൊരു മുറി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് പൊടിയിടാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകളിടാം. ഇത് നമ്മൾ വാട്ടിയെടുത്ത ഇലേന്. പിന്നെ മുരിങ്ങേര ഇല കുറച്ചിട്ടാൽ മതി, ഒരു ദണ്ടങ്ങാൻ ഇട്ടാൽ മതി. മുരിങ്ങേര ഇല അധികമായ പിള്ളേരൊന്നും കഴിക്കില്ല, അതിൻ്റെ മണം ചിലപ്പോൾ ഇഷ്ടാവില്ല. ബാക്കിയുള്ള ഇലകളും കൂടി അരിഞ്ഞതിടാം. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് പൊടിയും കൂടി ഇടാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കണം. ഇലകളൊക്കെ നല്ലപോലെ ഒന്ന് പൊടിയണം. ഈ ഇലകളൊക്കെ ഇട്ടടിക്കുമ്പോൾ വേറെ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, നനവ് പാകത്തിനുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെരുകി വെച്ചിട്ടുള്ള നാളികേരിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് പൊടിയിൽ ഉപ്പ് നോക്കി പോരങ്ങി കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം, ഒരു ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞതും, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടിയിട്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കാം. ഈ പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇലകൾ കുറച്ച് ഉപയോഗിക്കേണ്ടവർക്ക് കുറച്ച് ഉപയോഗിക്കാം. അപ്പോൾ പൊടി നനയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ച് നനയ്ക്കണം എന്നുള്ളൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പമുള്ള ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം. എന്നിട്ട് ആ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നാളികേരം ഉള്ളിയൊക്കെ കൂട്ടി തിരുമ്മിയപ്പോൾ പുട്ടുപൊടിയുടെ നനവ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഈ പുട്ടിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.